Hi, this is Dr. Nandana from Nature Life Hospital, Pattikad. So, നമ്മുടെ ഒപ്പം ജേക്കബ് ജോൺ സർ ഉണ്ട്. So, he has been staying with us for nearly 1 month. So, he came with the complaint of mouth cancer. So, ഇവരുടെ അടുത്ത് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിവിടെ ഇവിടെ വന്നപ്പോഴത്തേനും വന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നല്ലൊരു എന്തോ ഒരു വ്യത്യാസം തോന്നി. ഇവിടെ വന്ന് എല്ലാം കണ്ടും ഇവിടുത്തെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് നല്ലൊരു ഇത് തോന്നി. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ട് ഡോക്ടറെല്ലാം നോക്കി ചെക്ക് ചെയ്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. അങ്ങനെ 2 വീക്സാണ് എനിക്ക് തന്നത്. 2 വീക്സിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഓരോ ദിവസം ചെല്ലുന്നവരും ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇതെല്ലാം കണ്ടപ്പോഴത്തേനും ഒരു ഉന്മേഷം, ഒരു എനർജി പോലെ കിട്ടുന്നു. അങ്ങനെ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്തിങ്ങനെ നിന്നപ്പോൾ എല്ലാ ദിവസവും ഡോക്ടേഴ്സൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും വരുന്നത്. അതുപോലെ ഇവിടുത്തെ നേഴ്സസൊക്കെ നല്ല ഹാർഡായിട്ട്. സാർ ഇവിടെ വരുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരുന്നു? അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇമ്പ്രൂവ്മെൻറ്റ് ഏതെങ്കിലും ഉണ്ടോ? അതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഞാനിവിടെ വന്ന തന്നെ ഞാൻ ആദ്യം മെഡിക്കൽ കോളേജിലാണ് പോയത്. മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരെയൊക്കെ കണ്ട് അത് കഴിഞ്ഞപ്പോൾ അവരെന്നെ RCCയിലോട്ട് റെഫർ ചെയ്തു. അങ്ങനെ RCC ചെന്ന് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ മെയിൻ ഡോക്ടർ ഒരു എലിസബത്ത് ആണെന്ന് തോന്നുന്നു കാണിച്ചപ്പോൾ അവർ നോക്കിയേച്ച് പറഞ്ഞു അത് നിങ്ങളുടെ ഇത് ചെയ്യണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ താടിയുടെ ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയാലേ ചെയ്യാനൊക്കെ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ താടിയെ കട്ട് ചെയ്യാനായിട്ടൊന്നും ഞാനില്ല, അല്ലാതെ എന്തെങ്കിലും ഈ ഗ്രോത്ത് എടുത്ത് കളയാൻ പറ്റുമെന്ന്. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരായിട്ട് വഴക്കുണ്ടാക്കി ഞാൻ ഇങ്ങനെ പോന്നു. വീട്ടിൽ വന്നപ്പോഴത്തേനും പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇത് RCCയുടെ ഇതാ ചെയ്യുന്ന RCC അവർ പറയുന്ന പോലെ ചെയ്യണം, അല്ലെങ്കിൽ അത് അങ്ങനെ വേറൊരു കൂട്ടുകാരൻ പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ നിൻ്റെ മൗത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവും, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതാണ് അത് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാനത് ചെയ്യാതെ വേണ്ടാന്ന് വെച്ചു നിന്നപ്പോൾ എൻ്റെ മരുമകൻ ദുബൈയിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു പപ്പ ഞാൻ പറയുന്ന ഒന്ന് ചെയ്, ഇഷ്ടപ്പെട്ടാൽ അവിടെ ട്രീറ്റ് ചെയ്തോ, ഇല്ലെങ്കിൽ തിരിച്ചു പോരെ എന്ന് അങ്ങനെ പറഞ്ഞ് ഈ അഡ്രസ്സ് തന്നു. അങ്ങനെ ഈ അഡ്രസ്സ് കിട്ടിയപ്പോഴത്തേനും ഞാനും വൈഫും കൂടെ ഒരു ദിവസം ഇങ്ങനെ വന്നു ഇവിടെ വന്നെല്ലാം കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ അഡ്മിറ്റായിട്ട് അന്ന് മുതൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഇന്നിപ്പോൾ 1 മാസമായി. 1 മാസത്തിൽ എനിക്ക് നല്ല ചേഞ്ച്, മീൻസ് എനിക്ക് ആദ്യമൊക്കെ വേദന ഉണ്ടായിരുന്നു, ആ വേദനയൊക്കെ മാറി. അതുപോലെ ഉള്ളിലെ പൊട്ടൊക്കെ ഇതായി, എല്ലാത്തിനും നല്ലൊരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർത്തു ഈ 14 ദിവസം കൊണ്ട് ഇങ്ങനെ ആയപ്പോഴത്തേനും അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എല്ലാം നല്ല ക്ലിയർ ആകുന്നുണ്ടല്ലോ, ഒരു 14 ഡേയ്സ് കൂടെ നിൽക്കാൻ മേലേന്ന് ചോദിച്ചു. ഞാൻ ഉടനെ നിൽക്കാമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ അസുഖം മാറിക്കിട്ടണം, അതാണ് എൻ്റെ ഇത്. അങ്ങനെ പിന്നെ ഒരു 14 ഡേയ്സ് കൂടെ ഞാൻ നിന്നു. നിന്നതിൽ എനിക്ക് എല്ലാത്തിനും നല്ലൊരു വിടുതൽ കിട്ടി. എല്ലാവരും വളരെ നല്ല സ്നേഹമായിട്ട് എല്ലാവരും പെരുമാറുന്നു. അവർ ഡോക്ടേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ആവശ്യം എന്തെങ്കിലും പ്രയാസമുണ്ട് ഇതൊക്കെ അന്വേഷിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേനും വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് മനസ്സിലായത് ഇവിടെ കണ്ടമാനം ആൾക്കാരിപ്പോൾ വെയിറ്റിങ്ങിലുണ്ട്, റൂംസ് കിട്ടാതെ വെയിറ്റിങ്ങിൽ നിൽക്കുന്നവരുണ്ട്. എല്ലാവരും ഇങ്ങനെ ഓരോ അസുഖങ്ങളായിട്ട് വന്ന് എല്ലാവരും പോകുന്നവരെല്ലാവരും വളരെ സന്തോഷമായിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്, എന്നുവെച്ചാൽ വളരെ സൗഖ്യമായിട്ട് തന്നെ പോകുന്നത്. ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേനും എനിക്ക് വളരെ ഹാപ്പിയായി. അങ്ങനെ 1 മാസം ഞാനിവിടെ ഫുള്ളാക്കി. ഇന്നുകൊണ്ട് എൻ്റെ 1 മന്ത് തീരുക. അങ്ങനെ ഞാൻ നാളെ തിരിച്ച് പോയിരിക്കുക. പിന്നെ ആഫ്റ്റർ 1 മന്ത് വരണമെന്ന് പറ്റുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. ആ 1 മന്ത് വരുമ്പോഴത്തേനും ചെക്ക് ചെയ്യുമ്പോൾ എന്തായെന്നുള്ള വീണ്ടും അറിയാനൊക്കെ വേണം. അതുമല്ല ഭയങ്കര നല്ല പഥ്യമുണ്ട്, അത് എടുക്കാതെ പറ്റത്തില്ല. ഇത് കംപ്ലീറ്റ് മരുന്നില്ല, മരുന്നിന് പകരം ഫുഡാണ് ഇവിടുത്തെ സന്ധ്യ ഡോക്ടറുണ്ട്. ഡോക്ടറുടെ കൺസൾട്ട് ഇതൊക്കെ ഈ
ഫുഡിൻ്റെയും പിന്നെ മറ്റ് ചില ആവശ്യം 3-4 കാര്യങ്ങളൊക്കെ ഡോക്ടർ സന്ധ്യയുടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ ഫുഡിൻ്റെ ഒക്കെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഡോക്ടറായിരുന്നു. വളരെ നല്ല. പക്ഷേ എനിക്കെന്ന് പറയുന്നത് ഇത് കഞ്ഞിയായിരുന്നു ഉച്ചയ്ക്ക് തന്നെ. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഈ അസുഖത്തിന് മറ്റ് ഇത് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് കഞ്ഞി തന്നെ. പിന്നെ കാലത്തും ഫ്രൂട്ട്സ്, വൈകിട്ടും ഫ്രൂട്ട്സ്, അത് ആപ്പിൾ, പപ്പായി, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അതും എനിക്ക് നല്ലൊരു പ്രയോജനം കിട്ടി. എൻ്റെ 8 കിലോ കുറഞ്ഞ് കിട്ടി. അതാണ് 8 കിലോയാണ് കുറഞ്ഞ് കിട്ടിയത്. അങ്ങനെ വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഇവിടെ കഴിഞ്ഞത്. So thank you for choosing Nature Life Hospital Pattikad. Thank you. So we had a really great time with you. So I hope we'll meet in future. നിങ്ങൾക്ക് ഒരു മാസത്തിന് ശേഷം ഫോളോ അപ്പിന് വരണം. പിന്നെ അതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യാം പിന്നെ എപ്പോഴാണ് ഇതാക്കണം, ബുക്കിംഗ് ആക്കണം പറഞ്ഞു. ഓക്കെ, താങ്ക് യു.